ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ടെൻസ് എന്താണെന്നും എന്ത് രീതിയിലാണ് ടെൻസ് ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ആവശ്യകതയും എങ്ങനെയാണ് ടെൻസ് ഒരു ഭാഷയ്ക്ക് ആവശ്യമായി വരുന്നത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ടെൻസ് എന്ന് പറഞ്ഞാൽ സമയമാണ്. എല്ലാ ഭാഷയ്ക്കും ആ സമയമുണ്ട്. 3 ടെൻസുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റേത് ഭാഷയിലെയും പോലെ ഉള്ളത്: പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ആ 3 ടെൻസുകൾക്കും 4 ആസ്പെക്റ്റുകളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 4 ഉപഘടകങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഇനി ഉള്ള ഈ 12 ഫോർമാറ്റുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എങ്ങനെയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നമുക്ക് പ്രസന്റ് ടെൻസിലേക്ക് കടക്കാം. അതായത് പ്രസന്റ് ടൈമാണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 3 ടെൻസുകളാണ് ഉള്ളത്. അതിൽ പ്രസന്റ് ടെൻസിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു 4 ആസ്പെക്റ്റുകളാണുള്ളത്. ആദ്യം ഉള്ളത് സിമ്പിൾ. സിമ്പിൾ ടെൻസ്. രണ്ടാമതുള്ളത് കണ്ടിന്യൂസ്. മൂന്നാമത് പെർഫെക്റ്റ്. നാലാമത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ഫോർമാറ്റുകൾ പ്രസന്റ് ടെൻസിൽ ഉള്ളവയാണ്. ആദ്യം സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസന്റ് എന്ന് നമ്മൾ പറയുന്ന ആ ടെൻസ് ഉപയോഗിക്കുന്നത് പൊതുവായിട്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ പ്രസന്റ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഐ വേക്ക് അപ്പ് ഏർലി, ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ഗോ ടു സ്കൂൾ, ഐ ഗോ ടു മൈ ഓഫീസ്. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പതിവായി ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുന്നതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ പ്ലേ ക്രിക്കറ്റ്. ഐ പ്ലേ ക്രിക്കറ്റ്. ഈ സെന്റൻസ് ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്നല്ല ഈ ടെൻസ്, സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ കളിക്കാറ് ഉണ്ട്. ഞാൻ അതിന്റെ മലയാളവും ഇഷ്ടം. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഇതാണ് സിമ്പിൾ ടെൻസ്. പതിവായി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന കാര്യം, ഇപ്പൊ നടക്കുന്നതല്ല, പൊതുവെ നടക്കുന്ന കാര്യം. ഇനി കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ സംഭവിക്കുന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. I am playing cricket. ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. കണ്ടിന്യൂസ്. കണ്ടിന്യൂസിൽ എപ്പോഴും നമ്മൾ വെർബിന്റെ ING ആയിരിക്കും ഉപയോഗിക്കുക. അത് കണ്ടിന്യൂസ് എന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ, കുറച്ച് 2 സെക്കൻഡ് മുമ്പ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിലേക്ക് പറയേണ്ട ആവശ്യമില്ല. അത് ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഇത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അത് പാസ്റ്റ് അല്ല, പ്രസന്റ് തന്നെ കുറച്ച് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കുറച്ചുകൂടി വലിയ കുറച്ച് നാളുകളോ അല്ല കുറച്ച് മണിക്കൂറുകളോ ആയി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഈ കണ്ടിന്യൂസ് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് ഈ ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നീളം. ഐ ഹാവ് ബീൻ വാച്ചിങ് മൂവി ഫോർ 1 hour. കുറെ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഞാനിത് ചെയ്യുകയാണെന്ന് കുറെ നേരമായി ചെയ്യുന്നതല്ല, ഇത് കുറെ നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് പോയി നോക്കാം. പ്രസന്റിന് പകരം പാസ്റ്റ് ആകുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ഈ എക്സാമ്പിൾ തന്നെ സിമ്പിൾ ഉണ്ട് പാസ്റ്റിന്. അതിന്റെ പാസ്റ്റിന് ഐ പ്ലേഡ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഇന്നലെ ആവാം, മിനിങ്ങാന്നാവാം, യെസ്റ്റർഡേ, ഡേ ഫോർ യെസ്റ്റർഡേ എന്നുള്ള വാക്കെല്ലാം കൊടുത്തിട്ട് അത് നടന്ന കഴിഞ്ഞ കാര്യങ്ങൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ, അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നടന്ന കാര്യങ്ങൾ. കണ്ടിന്യൂസ് ആവുമ്പോൾ മുമ്പ് കുറച്ച് കണ്ടിന്യൂ ചെയ്ത ആക്ഷൻ. ഐ വാസ് പ്ലേയിങ്, ഇവിടെ ആം മാറി വാസ്. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ, ഇന്നലെ വൈകുന്നേരം ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ചിലപ്പോൾ ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ, എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ അന്നേരം ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഇന്നലെ എന്ന സംഭവത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷനാണ്. ഇനി പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് മാറി ഹാഡായി. ഐ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഈ പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് ഉപയോഗിക്കുന്ന വളരെ അപൂർവ സമയങ്ങളിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ സാധാരണ സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഐ വെന്റ് ടു മൈ ഫ്രണ്ട്സ് ഹൗസ് വെർ ഐ ഹാഡ് ഗോൺ കപ്പിൾ ഓഫ് വീക്സ് എഗോ. പാസ്റ്റിന്റെ പാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതിവിടെ പാസ്റ്റ് ആകുമ്പോൾ ഹാർഡായി മാറുന്നു. ഐ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, ഇതും പാസ്റ്റിൽ കുറെ നേരമായി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് മീൻസ് ഞാൻ കുറെ നേരമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാസ്റ്റ് വരുമ്പോൾ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഐ കുറെ നേരമായി ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ പാസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ നിർത്തി. ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ഫോർ 5 years എന്ന് പറയുമ്പോൾ 5 വർഷമായി ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിക്കുകയാണ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ഫോർ 5 years മീൻസ് 5 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ നിർത്തി. ഈ ഇതാണ് പാസ്റ്റ്. ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോയി നോക്കാം. ഈ പ്ലേഡ് മാറി വിൽ പ്ലേ ആവും. ഫ്യൂച്ചറിൽ ഐ വിൽ പ്ലേ ക്രിക്കറ്റ്. എന്താണ്? ഞാൻ ക്രിക്കറ്റ് കളിക്കും, ഞാൻ ക്രിക്കറ്റ് കളി പഠിക്കുകയാണ്, ഒരു ദിവസം ഞാൻ കളിക്കും. ഐ വിൽ പ്ലേ ഫ്യൂച്ചറിലാണ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഐ വാസ് പ്ലേയിങ് വിൽ ബി പ്ലേയിങ്. ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ഫ്യൂച്ചറിൽ നാളെ രാവിലെ ഞാൻ വീട്ടിൽ വരുമ്പോൾ നീ എന്ത് ചെയ്തായിരിക്കും? ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. ആ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാവും. ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി പെർഫെക്റ്റ് വരുമ്പോൾ I will have played cricket. I will have played cricket. ഫ്യൂച്ചറിൽ ഒരു സമയത്തിൽ ഇത് കംപ്ലീറ്റ്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നാണ് അർത്ഥം. ആ സമയത്ത് കംപ്ലീറ്റ് ഉണ്ടാവും. നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ ഈ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നാളെ ഫ്യൂച്ചർ ആണല്ലോ. അപ്പോൾ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദിസ് അസൈൻമെന്റ് ബൈ ടുമാറോ. നാളേക്കുള്ളിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസും ഹാർഡ് മാറി വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയം വരെ. വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഇതിങ്ങനെയാണ്: നിങ്ങൾ ഈ ടൗണിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായോ? ഇല്ല, ഞാൻ ഈ ടൗണിൽ താമസിക്കാൻ തുടങ്ങി 5 വർഷം ആകണമെങ്കിൽ 1 വർഷം കൂടെ കഴിയണം. I will have been living in this town for 5 years after 1 more year. സാധാരണ നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ വളരെ ഇത്രയും വളഞ്ഞ വഴിക്ക് നമ്മൾ സെൻറ്റൻസ് പറയാറില്ല, എങ്കിലും ടെൻസിൻ്റെ ഒരു ടെൻസാണ്, റയറായിട്ട് യൂസ് ചെയ്യുന്ന ടെൻസാണ്. ഇതാണ് 12 ഫോർമാറ്റുകൾ. നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. സിമ്പിൾ ടെൻസ്, സിമ്പിൾ ടെൻസ് എങ്ങനെയാണെന്നും ഫോർമാറ്റ് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും, കണ്ടിന്യൂസിൻ്റെ കൂടെ എപ്പോഴും പാസ്റ്റ് ആണെങ്കിൽ അല്ല പ്രസന്റ് ആണെങ്കിൽ വെർബ് ING ആയിരിക്കും. പെർഫെക്റ്റ് ആകുമ്പോൾ എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും വെർബിനുണ്ടാവുക. അതിൻ്റെ കൂടെ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ING തേർഡ് ഫോം ബീനും ഉണ്ടാവും, വെർബിൻ്റെ INGയും ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറച്ച് ഈ 12 രീതിയിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇതിൽ 8 പാസീവ് വോയിസ് ഉണ്ടായിരിക്കും, പിന്നീട് എടുക്കാം.
ഈ രീതിയിൽ ഈ ഫോർമാറ്റ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി സെൻറ്റൻസുകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും നല്ല രീതിയിൽ സാധിക്കും. എല്ലാവരും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് ശരിക്കും കാണുക. എന്നിട്ട് ഓരോ ടെൻസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശരിക്കും നോക്കി പഠിക്കുക. പറ്റുമെങ്കിൽ ഈ ഓരോ ഫോർമാറ്റും ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കുക. ആ എഴുതി വെച്ച ഫോർമാറ്റ് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഈ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടെൻസ് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള കോൺവെർസേഷൻ പ്രാക്ടീസുകളും കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും. നല്ല രീതിയിൽ പഠിക്കുക. വീഡിയോ വീണ്ടും വാച്ച് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.